അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. സദഖല്ലാഹുൽ അലിയുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജനങ്ങൾക്കൊരു നേതാവാക്കി, ഇമാമാക്കി എന്നായിരുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തെ എക്സാമിൻ ചെയ്തു. ആ എക്സാമിനേഷനൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പൂർത്തീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തെ ഇമാമാക്കി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, വമിൻ ദുർരിയത്തി, ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉത്തരവാദിത്തം, ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് നീ നൽകിയതുപോലെ ആ ഉത്തരവാദിത്തം എൻ്റെ കുടുംബത്തിനും നൽകണേ. അള്ളാഹു പറഞ്ഞു, നിന്നോട് ചെയ്ത ഈ കരാർ നിൻ്റെ കുടുംബത്തിനും ബാധകമാണ്, പക്ഷേ അക്രമികാരികളായ ആളുകൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത് ഇസ്മായിലിനും ഇസ്മായിലിൻ്റെ പുത്രന്മാർക്കും ഇത് ബാധകമാണ്. എപ്രകാരം ഇത് ഇസ്ഹാക്കിനും ഇസ്ഹാക്കിൻ്റെ പുത്രന്മാർക്കും സന്തതി പരമ്പരക്കും ബാധകമാണോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിമ്പലായിക്കൊണ്ടാണ് പരിച്ഛേദനയുടെ നിയമം അള്ളാഹു നൽകിയത്. ചേലാകർമ്മം ചെയ്യാനുള്ള നിയമം നൽകിയതും അങ്ങനെയാണ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ കൽപ്പന നൽകിയതിന് ശേഷമാണ്, ഇങ്ങനെ ഒരു കരാറ് നൽകിയതിന് ശേഷമാണ് നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അബ്രഹാം ഇസ്മായിലിനെയും എല്ലാ ആളുകളെയും കൂട്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സകല പുരുഷന്മാരെയും കൂട്ടിയിട്ട് അദ്ദേഹം പരിച്ഛേദനയേറ്റു. അദ്ദേഹം പരിച്ഛേദന ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന് 99 വയസ്സായിരുന്നു എന്നും ബൈബിളിൽ പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ, അന്നുണ്ടായിരുന്ന മകൻ ഇസ്മായിലിന്, അവൻ പരിച്ഛേദനയേറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു എന്നും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് അറബികൾ തലമുറ കീപ്പ് ചെയ്തു പോന്നു. ആ ഒരു കരാറിൻ്റെ സിമ്പലെന്നോണം തലമുറയായിട്ട് പരിച്ഛേദനയുടെ നിയമം കീപ്പ് ചെയ്തു പോന്നു അറബികൾ. യഹൂദരും അത് കീപ്പ് ചെയ്തു പോന്നു, അവരും അത് പാലിച്ചു. അതുകൊണ്ട് അറബികളിൽ ഇബ്രാഹീമിൻ്റെ സ്മരണയും, ഇസ്മായിൽ അലൈഹിസ്സലാമിന് ശേഷം പ്രവാചകനൊന്നും ഇല്ലായിട്ടും ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയൊക്കെ സ്മരണയും അവർ നിലനിർത്തി. ഇബ്രാഹീമിൻ്റെ സ്മരണയും ഇബ്രാഹീമിൻ്റെ പേരുമൊക്കെ അറബികളിൽ നിലനിന്നു. അതുപോലെ ഈ കരാറിൻ്റെ സിമ്പലെന്നോണം പരിച്ഛേദനയും അവർ കീപ്പ് ചെയ്തു പോന്നു. അള്ളാഹു പറയുന്നത് ഒരു പുതിയ സംഗതി പറയാണ്. ഇനി നേരെ കഅബയിലേക്ക് വരികയാണ്, നേരെ മക്കയിലേക്ക് വരികയാണ്. ഇബ്രാഹിമിന് ഇമാമത്ത് നൽകി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകി എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തിൽ പറയുന്നത് കഅബയുടെ കാര്യത്തെക്കുറിച്ചാണ്. വൈദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്, ബൈത്തിനെ നാം ആക്കി, മസാബത്തൻ ലിന്നാസ് ജനങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പ്ലേസാക്കി, മടങ്ങി വരാനുള്ള ഒരു സ്ഥലമാക്കി, ജനങ്ങൾക്ക് തിരിച്ചു വരാൻ, അഭയം തേടാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അംന, ഒരു നിർഭയ സ്ഥലമാക്കി നാം മാറ്റി. ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചത് മെസപ്പൊട്ടോമിയയിലെ ഉർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇന്നത്തെ ഇറാഖിലാണത്. അവിടുന്ന് അദ്ദേഹം പിന്നെ പലായനം ചെയ്ത് വളരെ അപ്പർ റീജിയനിലേക്ക്, നോർത്തേൺ ഭാഗത്തേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം തിരിച്ചു വരുന്നത് ഹെബ്രോൺ എന്ന് ഇന്ന് ഹീബ്രുവിൽ പറയുന്ന, ഇംഗ്ലീഷിൽ ഹെബ്രോൺ എന്ന് പറയുന്ന ഫലസ്തീനിലുള്ള സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം മറമാടപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. കേവ് ഓഫ് ദ പാട്രിയാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടോംബുണ്ട്. വളരെ പവിത്രമായ സ്ഥലമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം കഴിഞ്ഞാൽ പിന്നെ പവിത്രമായ ഒരു സ്ഥലം അതാണ്. അതിനെ മുസ്ലിങ്ങൾ അൽ ഹറമുൽ ഇബ്രാഹിമി എന്നും പറയുന്നുണ്ട്. ഇബ്രാഹിമിൻ്റെ ഹറമാണത്. ഇന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ ഖലീലുർ റഹ്മാൻ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അൽ ഖലീലുർ റഹ്മാൻ, ഹെബ്രോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ജെറുസലേമിൽ നിന്ന് 30ഓളം കിലോമീറ്റർ അകലത്തിലാണ്, വെസ്റ്റ് ബാങ്കിലാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് മക്കയിലേക്ക് വന്നത്. ഹാജറയെയും മകനെയും കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് വന്നു. മക്കയിൽ അവരെ ഉപേക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവരെ അവിടെ ആക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ അദ്ദേഹം പലകുറി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവിടെ അദ്ദേഹം ഭവനം പണിയുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് സൂറ ആലു ഇമ്രാനിൽ, ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബി ബക്കത്ത മുബാറക, ജനങ്ങൾക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഭവനം ബക്കയിലാണ്. ബക്ക എന്നത് മക്കയുടെ മറ്റൊരു പേരാണ് എന്ന ഒരു അഭിപ്രായമുണ്ട്. മീം
മാറ്റിയിട്ട് ബാ പറയുകയാണ്. അതല്ല, ബക്ക എന്നുള്ളത് ആ ലൊക്കേഷൻ്റെ സ്ഥലമാണ്, മക്ക എന്നത് അതിൻ്റെ ലാർജർ പ്ലേസിൻ്റെ പേരാണ്. വലിയ സ്ഥലം മക്കയാണ്, മക്കയിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് ബക്ക എന്ന അഭിപ്രായവുമുണ്ട്. അതേപോലെ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഭവനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന വിഷയത്തിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരഭിപ്രായം, പ്രബലമായൊരഭിപ്രായം, ആ നാട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഭവനമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു ഭവനം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അന്നാട്ടിൽ ആദ്യത്തെ ഭവനം ഇബ്രാഹിമിൻ്റെ ഭവനമാണ്. അത് എല്ലാ പ്രതിമകളും ബിംബങ്ങളും ഒന്നുമില്ലാത്ത, ഒരു പ്രതിമയും ബിംബവും ഇല്ലാത്ത, എല്ലാത്തിൽ നിന്നും മുക്തമായ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനത്തെ ആദ്യത്തെ ഭവനമാണ് എന്നതാണ് ഒരു അഭിപ്രായം. അല്ലാത്തൊരു അഭിപ്രായമുണ്ട്, മൊത്തം ജനങ്ങളിൽ തന്നെ അത്തരത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്റ്റീവ്ലി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ഉണ്ടായിരുന്നില്ല. ടെമ്പിളിൻ്റെ ആദ്യത്തെ ഒരു രൂപമാണ്, ആദ്യത്തെ ടെമ്പിളാണ്. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു കളക്റ്റീവ് ടെമ്പിൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും അവിടുത്തെ ആദ്യത്തെ ഭവനമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടുത്തെ ആദ്യത്തെ ഭവനം അതാണ്. അങ്ങനെ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം വന്ന് ഭവനം പണി കഴിപ്പിച്ചു. അവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പാർപ്പിച്ചു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ദുആയിൽ പറയുന്നുണ്ട്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ കുടുംബത്തെ ഞാൻ പാർപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദീ സർഇൻ, കൃഷിയില്ലാത്ത ഒരു താഴ്വരയിലാണ്. എവിടെ? ഇന്ദ ബൈത്തിക്കൽ നിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്ത്. അവിടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് ദുആയിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ബിംബാരാധനയിൽ നിന്ന് നീ അകറ്റണേ. വൈദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നീ നിർഭയ നാടാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം മകനെയും അദ്ദേഹത്തിൻ്റെ ഹാജറയെയും പാർപ്പിച്ച ആ നാടുണ്ടല്ലോ, അതിനെ നീ നിർഭയ നാടാക്കണേ. മാത്രമല്ല വജുനുബിനി ബനിയ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ അകറ്റണേ. അൻ അബുദൽ അസ്നാമ, പ്രതിമകളെ, ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങളെ നീ അകറ്റണേ. ഞങ്ങൾ എന്തെങ്കിലും ഇമേജ് അഡോപ്റ്റ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ നേരിട്ട് ഇലാഹിലേക്ക്, അള്ളാഹുവിലേക്ക് തിരിയുന്ന ആളുകളാക്കണേ. ഞങ്ങൾ എന്തെങ്കിലും ഇമേജിൽ കുടുങ്ങുന്ന ആളുകളാകരുതേ. റബ്ബേ ഇന്നഹുന്ന അളുലൽന കഥീറമിനാസ്, ഈ പ്രതിമകളുണ്ടല്ലോ ഒരുപാട് ആളുകളെ വഴിവേപ്പിച്ചിട്ടുണ്ട്. ഫമൻ തബിഅനി, എന്നെ ആര് പിൻപറ്റിയോ ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസാനി, എന്നെ ആരെങ്കിലും അവഗണിച്ച് ധിക്കരിച്ച് എന്നെ നിഷേധിച്ചാൽ, എന്നെ തള്ളിയാൽ, ഫഇന്നക ഗഫൂർ റഹീം, നീ ഗഫൂറുർ റഹീമുമാണല്ലോ. എന്നെ ധിക്കരിച്ച ആളുകളുടെ കാര്യത്തിൽ ഞാനെന്ത് പറയാനാ? അത് നിൻ്റെ കാര്യമാണ്. നീ ഗഫൂറുർ റഹീമുമാണല്ലോ, നീ എല്ലാം പുറത്തു കൊടുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം പറയുന്നത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്, കൃഷിയൊന്നുമില്ലാത്തൊരു താഴ്വരയിൽ താമസിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണത്? ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാട് നിർഭയ നാടാക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അതിന് ഒരു സാങ്ച്വറി, ഒരു നിർഭയ നാടാക്കിക്കൊണ്ട് അള്ളാഹു മാറ്റുകയും ചെയ്യുകയാണ്. ഒരു വലിയ പ്രദേശമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഇബ്രാഹിം പണിത കഅബ മാത്രമല്ല നിർഭയ നാട്, അതുമാത്രമല്ല, അതിന് ചുറ്റുവട്ടമുള്ള ഒരു വലിയ പ്രദേശം ഹറമാണ്. അതിൻ്റെ ഒരു അതിർത്തി, മദീനയുടെ ഭാഗത്ത് ഇന്നുള്ള അതിർത്തി മസ്ജിദു തൻഈമാണ്, അഥവാ ആയിഷ മസ്ജിദാണ്. അതുപോലെ യമനിൻ്റെ ഭാഗത്തുള്ള അതിൻ്റെ അതിർത്തി അലാത്തുലിബിനാണ്. അത് മക്കയിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്താണ്. മസ്ജിദു തൻഈം കഅബയിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്താണ്. മറ്റൊരു അതിർത്തി അറഫാത്താണ്, ത്വായിഫിൻ്റെ ഭാഗത്തുള്ള അതിർത്തി. അവിടെയുള്ള മസ്ജിദ് നമിറയാണ്. അത് ഏകദേശം 11 കിലോമീറ്റർ മക്കയിൽ നിന്ന് അകലത്താണ്. ജിദ്ദയുടെ ഭാഗത്തുള്ള അതിർത്തി മസ്ജിദുൽ ഹുദൈബിയാണ്. അത് 16 കിലോമീറ്റർ മക്കയിൽ നിന്ന് അകലത്താണ്. ഇങ്ങനെ വലിയൊരു പ്രദേശമാണ്. ആ ഏരിയയെ കുറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അതിർത്തി പറഞ്ഞത്. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലത്തെ നിശ്ചയിക്കപ്പെട്ട അതിർത്തിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതിർത്തി വീണ്ടും സംരക്ഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും പിന്നെ ഓരോ ഖലീഫമാരുടെയും കാലത്ത് ആ അതിർത്തിയുടെ ലാൻഡ്മാർക്കൊക്കെ കൃത്യമാക്കി. അങ്ങനെ ഇന്നും അത് അതിർത്തിയായിട്ട്, ഹറമായിട്ട് സംരക്ഷിച്ചു വരുന്നു.
ആ നാട്ടിൽ ആ പ്രദേശത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പുറത്ത് ചെയ്യാവുന്ന പലതും അവിടെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ വേട്ടയാടാൻ പാടില്ല, അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ കലഹിക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാനൊന്നും പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘാതകന് ആരെങ്കിലും കൊന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ആളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പിടിച്ചിറക്കാനോ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാനൊന്നും പറ്റില്ല. അത്രത്തോളം ഒരു അഭയ സ്ഥലമാണത്, നിർഭയ സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു നിർഭയ സ്ഥലമാക്കിയിട്ട് അള്ളാഹു അതിനെ മാറ്റി. മാത്രവുമല്ല, ഇതിനേക്കാണൊക്കെ പുറമെ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് വന്ന് അള്ളാഹുവിൻ്റെ കൂടണയുന്ന ആളുകൾക്ക് ഉള്ള ഒരു ഗേഹമാണ്, അള്ളാഹുവിലേക്ക് തിരിയാനുള്ള ഒരു ഐഡിയൽ പ്ലേസാണ്. അങ്ങനെയുള്ള ഒരു നിർഭയത്വം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നാടായിട്ട് അള്ളാഹു ആ നാടിനെ മാറ്റി എന്ന് അള്ളാഹു പറയുന്നു. വൈദ് ജാൽനൽ ബൈത്ത, നാം ഭവനത്തെ ആക്കിയപ്പോൾ മസാബത്തൽ ലിന്നാസി വ അമ്ന ആക്കിയത് കഅബ മാത്രമല്ല, കഅബയ്ക്ക് ചുറ്റുവട്ടമുള്ള മുഴുവൻ പ്രദേശം, ഇപ്പോൾ പറഞ്ഞ ഈ ഹറം, അതിനെ മൊത്തം നാം നിർഭയ നാടാക്കി. വത്തഹിദു, നിങ്ങൾ സ്വീകരിക്കൂ മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹീമിൻ്റെ മക്കാമിനെ സ്വലാത്തിൻ്റെ സ്ഥാനമാക്കി നിങ്ങൾ സ്വീകരിക്കൂ. ഇബ്രാഹീമിൻ്റെ മക്കാം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിയുന്ന സമയത്ത് കയറി നിന്ന കല്ലാണെന്നും ആ കല്ല് പിന്നെ അറബികൾ സംരക്ഷിച്ചു, അതിനെ അവർ പവിത്രമായിട്ട് കണ്ടിരുന്നു. ഇന്നും അത് സംരക്ഷിച്ചുകൊണ്ട് കഅബയുടെ അടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സ്വർണ്ണ കൂടാരത്തിൽ, ചെറിയ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കൂടാരത്തിൽ ആ കല്ല് സൂക്ഷിച്ചത് കാണാം. അതിനെ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്നു. അതല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പള്ളിയായിരുന്നു. കഅബയ്ക്ക് ചുറ്റും അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരുന്ന മസ്ജിദ് ഉണ്ടായിരുന്നു, ആ മസ്ജിദാണ് എന്ന അഭിപ്രായമുണ്ട്. അഥവാ മൊത്തം മസ്ജിദുൽ ഹറമാണ്, ഹറമിൻ്റെ ഉള്ളിലുള്ള മസ്ജിദാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഹജ്ജിൻ്റെ ഓരോ സ്ഥലങ്ങളുണ്ട്, ഈ സ്ഥലങ്ങളൊക്കെ ഇബ്രാഹിമിൻ്റെ മക്കാമാണ് എന്ന അഭിപ്രായവുമുണ്ട്. അള്ളാഹു പറയുന്നത് ഇബ്രാഹിമിൻ്റെ മക്കാമിനെ നിങ്ങൾ നിസ്കാര സ്ഥാനമായിട്ട് സ്വീകരിക്കുക. വാഹിദിന ഇല ഇബ്രാഹിമ വ ഇസ്മായില, ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കരാറ് നൽകി. എന്താണ് കരാറ്? ഈ ഭവനത്തെ അള്ളാഹു ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം പുതിയൊരു കരാറ് നൽകി. ആ കരാറാണ് അൻ ത്വഹിറ ബൈത്തിയ, നിങ്ങൾ എൻ്റെ വീടിനെ പരിശുദ്ധമാക്കണം, മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കണം, ശുദ്ധീകരിക്കണം. അവിടെ പ്രതിമകളൊന്നും പാടില്ല, അവിടെ ഞാനല്ലാത്ത വേറൊരു മാലിന്യവും ഉണ്ടാകരുത്. അവിടെ എനിക്ക് വേണ്ടി മാത്രമുള്ള എൻ്റെ ഭവനമാണ്, അതുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും അവിടെ നിന്ന് നീക്കം ചെയ്യണം. ഭൗതികമായ ശുദ്ധി മാത്രമല്ല, മാനവിയായ രീതിയിലും അവിടെ ഞാനല്ലാത്ത മറ്റ് ഒരു സംഗതിയും അവിടെ സ്മരിക്കപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു പരിശുദ്ധ ഭവനമാക്കണം, നിങ്ങളതിനെ ശുദ്ധീകരിക്കണം. ആർക്ക് വേണ്ടിയാണ്? ത്വായിഫിന, ത്വവാഫ് ചെയ്യുന്നവർക്ക് അവിടെ വന്നിട്ട് ത്വവാഫ് ചെയ്യണം. അപ്പോൾ ത്വവാഫ് ഒരു ആരാധനാ രീതിയായിട്ട് അള്ളാഹു പഠിപ്പിച്ചു. അവിടെ ത്വവാഫ് ചെയ്യുന്നവർക്ക് ശുദ്ധിയാക്കി വെക്കണം. വല്ല ആക്കിഫീന, അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് പറയുക, ഏത്തിക്കാഫാണ്. അപ്പോൾ ഏത്തിക്കാഫ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക്, ആക്കിഫീങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി വെക്കണം. തവാഫ് ചെയ്യുന്നവർക്ക്, ഏത്തിക്കാഫ് ചെയ്യുന്നവർക്ക്, അതുപോലെ റുക്കൈ സുജൂദ്, അള്ളാഹു ഇബ്രാഹിമിനെ പഠിപ്പിച്ച ആരാധനാ രീതിയാണ് റുക്കുവും സുജൂദും. അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുന്നവർക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്കും, അങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കണം എന്ന് ഇബ്രാഹിമിനും ഇസ്മായിലിനും അള്ളാഹു കരാറ് നൽകി. പിന്നെ അള്ളാഹു പറയുന്നത് വൈദ് ഖാല ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം മറ്റൊരു എപ്പിസോഡ് പറയുകയാണ്. ഇബ്രാഹിം എന്താണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറഞ്ഞു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ ഒരു നിർഭയ നാടാക്കണേ. വർസുഖ് അഹ്ലഹു മിന സമറാത്ത്, ആ നാട്ടുകാർക്ക് നീ ഫലങ്ങൾ നൽകണേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആ നാട്ടുകാരിൽ നിന്നിലും യൗമുല്ലാഹിറിലും ഈമാനുള്ള ആളുകൾക്ക് നീ ഫലങ്ങൾ നൽകണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങനെ ദുആ ചെയ്ത സന്ദർഭം, അങ്ങനെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞു, അങ്ങനെയൊക്കെ കിട്ടും. ആ നാട്ടിലുള്ള ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്കൊക്കെ ഫലവും അതുപോലെ അമ്നുമായ ഒരു നാടായിരിക്കും. എന്നാൽ ആരെങ്കിലും നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നിഅമത്തിനോട് നന്ദികേടും നിഷേധവും കുഫ്റും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം
അള്ളാഹു പറയുന്നു, കാല വമൻ കഫർ, ആരെങ്കിലും കുഫർ ചെയ്താൽ ഫ ഉമത്യുഹു കലീലൻ, അവന് നാം ചെറിയൊരു വിഭവമാണ് നൽകുക, ഈ ഭൂമിയിലെ ചെറിയൊരു വിഭവം അത് അവന് നൽകും. സുമ്മ, എന്നിട്ടോ അൽ തറുഹു ഇല അദാബിന്നാർ, അവനെ അനുഭവിപ്പിക്കുന്നത് തീയുടെ അദാബാണ്. ചെറിയൊരു വിഭവം നൽകിയിട്ട് തീയുടെ അദാബിലേക്ക് അവനെ കൊണ്ടിടും, അവനത് അനുഭവിപ്പിക്കും. വബീസൽ മസീർ, എത്ര മോശമായ സങ്കേതമാണ്, തിരിച്ചു പോകാനുള്ള സ്ഥലമാണത്. അങ്ങനെ കുഫർ ചെയ്യുന്ന ആളുകൾക്ക് നീ ഈ ചോദിച്ചു വാങ്ങിയ വിഭവങ്ങളും അതുപോലെയുള്ള നീ ചോദിച്ചു വാങ്ങിയ നിഅമത്തുകളൊന്നും ലഭിക്കുകയില്ല എന്നും അള്ളാഹു അവിടെ വ്യക്തമാക്കി. എന്നിട്ട് അള്ളാഹു പറയുന്നു, വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത്, ഭവനത്തിൻ്റെ അടിത്തറ ഇബ്രാഹിം ഉയർത്തുന്ന സന്ദർഭത്തിൽ, ഇസ്മായിലും കൂടി ഉയർത്തുന്ന സന്ദർഭത്തിൽ അവർ ദുആ ചെയ്ത സംഗതിയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ, ഇന്നക അന്ത സമീഉൽ അലീം, നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും, അതുകൊണ്ട് ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഞങ്ങളുടെ ദുആ കേൾക്കുന്നവൻ നീയാണ്, ഞങ്ങളുടെ ഉദ്ദേശം അറിയുന്നവൻ നീയാണ്, നീ സ്വീകരിക്കണേ എന്നവർ ദുആ ചെയ്തു. അള്ളാഹു സ്വീകരിച്ച ദുആയാണ്. അതിനുശേഷം അവർ മറ്റൊരു കാര്യം കൂടി ദുആ ചെയ്തു. അള്ളാഹു സ്വീകരിച്ച മറ്റൊരു ദുആ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് സമർപ്പിച്ച ആളുകളാക്കണേ, മുസ്ലിങ്ങളാക്കണേ. വമിൻ ദുർരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു മുസ്ലിമായ ഉമ്മത്ത്, ഒരു കമ്മ്യൂണിറ്റിയെ നീ ഉണ്ടാക്കണേ. ലക്ക്, നിനക്ക് സമർപ്പിക്കുന്ന ഒരു ഉമ്മത്തിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാക്കണേ. വ അരിന മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ രീതികളും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിയമങ്ങളുമൊക്കെ നീ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ ഈ നാട്ടിൽ ഇവിടെ ഉണ്ടാകുന്ന കുടുംബത്തിന് അതിൻ്റേതായ നിയമവും രീതികളും നീ നൽകണേ. വത്തുബ് അലൈന, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ, നിന്നിലേക്ക് മടങ്ങുമ്പോൾ നീ ഞങ്ങളെ സ്വീകരിക്കണേ. ഇന്നക അന്ത തവ്വാബു റഹീം, നീയാണല്ലോ തവ്വാബ്, പെട്ടെന്ന് സ്വീകരിക്കുന്നവൻ നീയാണല്ലോ, അർ റഹീം, കാരുണ്യവാനും നീയാണല്ലോ എന്നവർ ദുആ ചെയ്തു. അവർ ഞങ്ങളെ മുസ്ലിങ്ങളാക്കണേ എന്നും ഞങ്ങളിൽ നിന്നൊരു മുസ്ലിം ഉമ്മത്തിനെ ഉണ്ടാക്കണേ എന്നും കൂടെ അവിടുന്ന് ദുആ ചെയ്തു എന്നല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അവർ ദുആ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ് മൂന്നാമത് പറയുന്നത്. ആ ദുആയിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഈ ഒരു ദൂതനെ നിയോഗിച്ചത് എന്നും ആ ദൂതൻ്റെ ഉത്തരവാദിത്തം അവരന്ന് ദുആയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, വബഅത്ത് ഫീഹിം റസൂലൻ, അവരിൽ ഒരു ദൂതനെ നീ അയക്കണേ, മിൻഹും, അവരിൽപ്പെട്ട ഒരാളെ ദൂതനായിട്ട് അയക്കണേ. യത്ലു അലൈഹിം ആയാത്തിക, നിന്റെ ആയത്തുകൾ അവർക്ക് തിലാവത്ത് ചെയ്യുന്ന, അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന, നിന്റെ ആയത്തുകളെ വിശദീകരിച്ച് വിവരിച്ചു കൊടുക്കുന്ന ഒരു ദൂതൻ. എന്നിട്ട് ആ ദൂതൻ്റെ പണി എന്താണ്? വേറെ പണികൾ എന്തൊക്കെയാണ്? വയുഅല്ലിമുഹുമുൽ കിതാബ, അൽ കിതാബ്, നിയമം അവരെ പഠിപ്പിക്കുന്ന, വൽ ഹിക്മത്ത, ഹിക്മത്ത് പഠിപ്പിക്കുന്ന ഒരു ദൂതനെ. എന്നിട്ട് വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ. കിതാബ് പഠിപ്പിച്ച് ഹിക്മത്ത് പഠിപ്പിച്ച് അവരെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ. ഇന്നക്ക അന്തൽ അസീസുൽ ഹക്കീം, നീ ഇസ്സത്തുള്ളവനും പ്രതാപമുള്ളവനും ഹിക്മത്തുള്ളവനുമാണല്ലോ, നീ അസീസാണല്ലോ, മൈറ്റി ആണല്ലോ, നീ എന്ത് വിചാരിച്ചാലും നടക്കുമല്ലോ, അൽ ഹക്കീമുമാണല്ലോ, നീ അങ്ങനെ എന്തും നിന്റെ ഇച്ഛപ്രകാരം വെറുതെ ചെയ്യുന്നതല്ല, ഹക്കീമാണ്, ഹിക്മത്തോടുകൂടെ ചെയ്യുന്നതാണ്. നീ അസീസും ഹക്കീമുമാണ്. കാരണം കിതാബും ഹിക്മത്തും പറഞ്ഞതുകൊണ്ട് അസീസും ഹക്കീമും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. നിയമം നൽകുന്നത് അസീസായ മൈറ്റിയായ ആളാണ്, ഹിക്മത്ത് പഠിപ്പിക്കുന്നത് ഹക്കീമായ ആളാണ്. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചതാണ് കിതാബും ഹിക്മത്തും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിന് പറ്റിയ രണ്ട് സിഫത്തുകൾ പറഞ്ഞു. അസീസും ഹക്കീമുമാണല്ലോ നീ. അതുകൊണ്ട് അവരെ കിതാബ് പഠിപ്പിച്ച് ഹിക്മത്ത് പഠിപ്പിച്ച് അവരെ സംസ്കരിക്കുന്ന ഒരു ദൂതനെ, ഒരു റസൂലിനെ അവരിൽ നിന്നും നീ, അവരുടെ കൂട്ടത്തിൽ നിന്നും നീ അവർക്ക് അയക്കണേ എന്നും അവർ ദുആ ചെയ്തു. ഈ ദുആ സ്വീകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. പ്രവാചകൻ നിയോഗിതനായത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിലിൻ്റെയും ദുആ കൊണ്ടാണ്. ഇവിടെ പറഞ്ഞത് കിതാബ് ഹിക്മത്ത് പഠിപ്പിക്കുക, കിതാബ് പഠിപ്പിക്കലും ഹിക്മത്തുമാണ്. കിതാബിനെ നിയമമായിട്ടും ഹിക്മത്തിനെ, ആ നിയമത്തിനെ അപ്ലൈ ചെയ്യേണ്ട അതിൻ്റെ ഹിക്മത്തായിട്ടും മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയല്ല, കിതാബ് കൊണ്ട് ഉദ്ദേശം ഖുർആനാണെന്നും ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം പ്രവാചകൻ്റെ ചര്യകളാണ് എന്നും ഒരു വ്യാഖ്യാനമുണ്ട്.
കിതാബ് ഖുർആനും ഹിക്മത്ത് പ്രവാചക ചര്യയും. അല്ലാത്ത വ്യാഖ്യാനം കിതാബ് എന്നുള്ളത് മൊത്തം നിയമങ്ങളാണ്. അത് ഖുർആനായാലും പ്രവാചകൻ്റെ ഹദീസായാലും ഒക്കെ അതിലൊക്കെ നിയമങ്ങളുണ്ട്. ഹിക്മത്തും അതുപോലെ ഖുർആനിലുണ്ട്, പ്രവാചകൻ്റെ വചനങ്ങളിലും ഒക്കെ ഹിക്മത്തുമുണ്ട്. പ്രവാചകൻ്റെ ചര്യയിലും ഖുർആനിലും ഉള്ളതാണ് ഹിക്മത്ത്. ഖുർആനിൽ ഹിക്മത്ത് ഉണ്ട് എന്നതിനെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഹിക്മത്തുള്ള ഹക്കീമായ ഖുർആൻ എന്ന്, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആൻ. അതുപോലെ സൂറ ബഖറയിൽ കാണാം, വദ്കുർ നിഅമത്തല്ലാഹി അലൈക്കും വമാ ഉൻസില അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ യഇലുക്കും ബിഹി. നിങ്ങളെ ഉപദേശിക്കുന്ന, നിങ്ങൾക്കിറക്കപ്പെട്ട കിതാബും ഹിക്മത്തും. അപ്പം അള്ളാഹു ഇറക്കിയ ഖുർആനിൽ പെട്ടതാണ് കിതാബും ഹിക്മത്തും എന്ന സൂചന അവിടെയുണ്ട്. അതുപോലെ സൂറ അൽ ഇസ്രായിൽ ഒരുപാട് നിയമങ്ങൾ നൽകിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നതാണ് ദാലിക മിമ്മ ഊഹ ഇലൈക റബ്ബുക മിനൽ ഹിക്മ. അത് നിനക്ക് നിൻ്റെ റബ്ബ് വഹി നൽകിയ ഹിക്മത്തിൽപ്പെട്ടതാകുന്നു. അപ്പോൾ ഹിക്മത്ത് ഖുർആനിലുണ്ട് എന്ന് ഖുർആൻ തന്നെയും പറയുന്നുണ്ട്. ഹിക്മത്ത് എന്നത് അദിലും ഹിൽമും ഇൽമും ഒക്കെ ചേർന്നതാണ് എന്ന് ഹിക്മത്തിൻ്റെ വിശദീകരണം നൽകപ്പെട്ടതായിട്ട് കാണാം. അദിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം. ഹിൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകമാണ്. അപ്പോൾ ഹിൽമും അദിലും ഒക്കെ ചേർന്നതിനെയാണ് ഹിക്മത്ത് എന്ന് പറയുക. ഒരു സംഗതിയുടെ യുക്തി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിയമം മാത്രം പഠിച്ചാൽ പോരാ, നിയമം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ഹിക്മത്തും കൂടെ പ്രവാചകൻ പഠിപ്പിച്ചു. അതിൻ്റെ വിശദാംശം, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതിൻ്റെ എല്ലാ സെൻസും, ഒരു നിയമത്തിൻ്റെ എല്ലാ സെൻസും, അതിൻ്റെ എല്ലാ ആത്മാവും പ്രവാചകൻ പഠിപ്പിച്ചു. അങ്ങനെ അവരെ സംസ്കരിച്ചു. യുസക്കീഹിം, അവരെ സംസ്കരിച്ചു. സംസ്കരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം പ്രവാചകത്വത്തിൻ്റെ. പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ജനങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ്. സംസ്കരിക്കപ്പെട്ടവർ വിജയിച്ചു. അപ്പം ഇങ്ങനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു റസൂലിനെ അവരിൽ നിന്നും നീ അയക്കണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് എന്ന കാര്യമാണ് അള്ളാഹു വ്യക്തമാക്കി പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ ചര്യ, ഇബ്രാഹീമിൻ്റെ മില്ലത്ത്, അതിൽ നിന്ന് ആരാണ് അതിന് വിമുഖത കാണിക്കുക? ആരാണ് അതിൽ നിന്ന് ആരാണ് മാറുക? ഇബ്രാഹീമിൻ്റെ ഈ ചര്യയിൽ നിന്ന് ആരാണ് ടേൺ അവേ ആകുക, മാറുക ആരാണ്? എങ്ങനെയുള്ളവരല്ലാതെ ഇല്ലാമൻ സഫി, ആര് മാറും? ഇല്ലാമൻ സഫിയ നഫ്സഹു, സ്വന്തത്തെ തന്നെ വിഡ്ഢിയാക്കിയവനല്ലാതെ. വിഡ്ഢികളെന്ന് അറബികളെ വിളിച്ചിരുന്നത് ആരാണ്? നമുക്കറിയാം, നേരത്തെയുള്ള ആയത്തുകളിൽ അത് പറഞ്ഞിരുന്നു. വിഡ്ഢികളെന്ന് വിളിച്ചിരുന്നത്, അറബികളെ വിളിച്ചിരുന്നത് യഹൂദരാണ്. അള്ളാഹു ഇവിടെ പറയുന്നു, ഇബ്രാഹിമിൻ്റെ ചര്യയിൽ നിന്ന് സ്വയം വിഡ്ഢികളായവരല്ലാതെ ആരാണ് അതിൽ നിന്ന് മാറുക? അതിൽ നിന്ന് വിമുഖത കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക ആരാണ് എന്ന ഒരു റിട്ടറിക്കൽ ക്വസ്റ്റ്യനാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ അദ്ദേഹത്തെ നാം സെലക്ട് ചെയ്തു. വൈന്നഹു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ അദ്ദേഹം ലമിന സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ദുനിയാവിൽ വിശിഷ്ടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്, സ്പെഷ്യലി സെലക്ട് ചെയ്തതാണ്, ദുനിയാവിൽ ഇമാമാക്കിയതാണ്. ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് അസ്ലിം, സമർപ്പിക്ക് എന്ന് പറഞ്ഞ മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ മൊത്തം മനുഷ്യരുടെയും നാഥനായ റബ്ബായ അള്ളാഹുവിന്, റബ്ബിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണ റെഡിയോടെ, ഫുൾ റെഡിനെസ്സോടുകൂടെ, താമസം കൂടാതെ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ ഇസ്ലാമും മുസ്ലിമും ഒക്കെ, ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട്, ഇബ്രാഹിമിലേക്ക് ചേർത്തിക്കൊണ്ട്, ഇബ്രാഹിമിൻ്റെ പാരമ്പര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അറബികളോടും അതുപോലെ യഹൂദരോടും അള്ളാഹു പറയുകയാണ്, ഈ വന്ന ദൂതൻ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് വന്ന ഒരു ദൂതനാണ്. ബാക്കി വരുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.